Today, let me talk a few things about irony. Irony is a poetic device and it is a contrast between expectation and reality. That means it is a contrast between what is expected and what is real. Virodhabasa എന്ന് പറയും. And there are different types of irony. Verbal irony, dramatic irony, situational irony, structural irony, cosmic irony, romantic irony, and so on. Come to verbal irony. Verbal irony means what is said is the just opposite of what is meant. പറയുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും മീൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, in the famous Shakespearean play Julius Caesar, there is a speech made by Mark Antony, one of the main characters in the story. അപ്പോൾ ഇത് 10th കുട്ടികൾക്ക് പഠിക്കാനുള്ള പോർഷനാണ്. അതാണ് ആ എക്സാമ്പിൾ ഞാൻ പറയാൻ കാര്യം. അപ്പോൾ ഇവിടെ സിറ്റുവേഷനും കൂടെ പറയാം. ജൂലിയസ് സീസർ കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി കൊണ്ടുവന്ന് ജനക്കൂട്ടത്തിന് മുന്നിൽ കിടത്തിയിട്ട് അവിടെ വെച്ച് മാർക്ക് ആൻ്റണി നടത്തുന്ന സ്പീച്ചാണ്. ബ്രൂട്ടസ് ആണ് കൊലപാതകികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ. ബ്രൂട്ടസ് മാർക്ക് ആൻ്റണിയുടെ ഫ്രണ്ടാണ്. അപ്പോൾ ബ്രൂട്ടസ് പ്രതീക്ഷിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റിയെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട് മാർക്ക് ആൻ്റണി സംസാരിക്കും എന്നാണ്. പക്ഷേ മാർക്ക് ആൻ്റണി തൻ്റെ സ്പീച്ചിലുടനീളം ജൂലിയസ് സീസറിനെ പ്രൈസ് ചെയ്താണ് സംസാരിക്കുന്നത്. എന്നിട്ട് ഇടയ്ക്ക് ബ്രൂട്ടസ് ഈസ് എൻ ഓണറബിൾ മാൻ എന്നുകൂടെ പറയും. ആൻഡ് ദിസ് ഈസ് എ ടിപ്പിക്കൽ എക്സാമ്പിൾ ഫോർ വെർബൽ ഐറണി. ആൻഡ് അനദർ ടൈപ്പ് ഓഫ് ഐറണി ഈസ് ഡ്രമാറ്റിക് ഐറണി. Dramatic irony means the audience knows the real story but the character doesn't. നമ്മളിപ്പോൾ ഒരു ഫിലിം കാണുമ്പോഴായാലും നമുക്ക് കഥ അറിയാം, പക്ഷേ കഥയ്ക്കകത്തുള്ള ക്യാരക്ടേഴ്സിന് റിയലായിട്ട് അവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയത്തില്ല. ദറ്റ് ഈസ് ഡ്രമാറ്റിക് ഐറണി. ആൻഡ് ദ അതർ ടൈപ്സ് ഓഫ് ഐറണി ആർ സിറ്റുവേഷണൽ, സ്ട്രക്ചറൽ, കോസ്മിക്, റൊമാൻറ്റിക്, എറ്റ്സെട്ര. ആൻഡ് യു ഹാവ് ടു ലേൺ ഓൾ ടൈപ്സ് ഓഫ് ഐറണി. ഫോർ വാട്ട്? എന്തിനാണ്? then you can enjoy learning. That means learning will become an enjoyment. Okay, keep learning and we can meet again with another topic. Thank you.